അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഫൈസലിനെ തട്ടിമാറ്റിക്കൊണ്ട് ഉമ്മ ഇതാ ഇറങ്ങുന്നു. എടാ ഷമ്മാസേ, നീ വണ്ടി എടുക്ക്. ഉമ്മയുടെ വാക്കുകൾക്ക് മുമ്പിൽ ഷമ്മാസിന് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. ഒരു ചെറിയ കുട്ടിയെപ്പോലെ അവനത് അനുസരിക്കുന്നു. പെട്ടെന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഉമ്മ അതാ വണ്ടിയിൽ പെട്ടെന്ന് കയറിയിരിക്കുന്നു. വേഗം വിട്ടൂട്. ഷമ്മാസ് പെട്ടെന്ന് തന്നെ വണ്ടി റിവേഴ്സ് എടുത്ത് പിന്നീട് മുന്നോട്ടെടുത്തുകൊണ്ട് അതാ പോകുന്നു. ഉമ്മ പറഞ്ഞു, അവൻ്റെ വിചാരം എന്താ? അവൻ്റെ കീഴിൽ എല്ലാവരും നിൽക്കണം, അവൻ പറയുന്നതനുസരിച്ച് അവൻ്റെ ഭരണപ്രകാരം എന്നാണ് ഫൈസലിൻ്റെ ചിന്ത. പക്ഷേ ഈ തറവാട്ടിൽ അത് നടക്കൂല. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഇറങ്ങിയതും. ഓനെ എല്ലാ കാര്യവും ചോദ്യം ചെയ്ത് നടക്കുക. ഓൻ ചെയ്ത ചെറ്റത്തരങ്ങൾക്കൊക്കെ ചോദ്യം ചെയ്യാതെ നിന്നാൽ ദേഷ്യം പിടിച്ചവരൊന്ന് പറയലും എറിയലും ഓൻ്റെ ഇഷ്ടം പോലെ. അവനക്ക് ഇഷ്ടമുള്ളതൊക്കെ കാണിക്കാം, പക്ഷേ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. അങ്ങനെ ഒരു ചിന്താഗതി അവനിൽ വളർന്നിട്ടുണ്ട്. ഇനി അങ്ങനെ വിട്ടാൽ പറ്റൂല. മറ്റോളാണെങ്കിൽ എല്ലതും ഓനെങ്ങനെ മൂപ്പിച്ച് കൊടുക്കാനോ? ഇനി അത് നടക്കൂല. ഓലവിടെ ഭരിക്കണേ രണ്ടാളും കൂടെ. ഉമ്മ സാരല്ല, എത്രയായാലും മിക്കാക്കയല്ലേ. എടാ, നീ ഇങ്ങനെ എല്ലാവരെയും കുറിച്ചും ദയ വിചാരിച്ചോളൂ. പക്ഷേ അവരോടൊക്കെ പറയേണ്ട സമയത്ത് പറയാഞ്ഞാലേ തലേക്ക് കയറും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ആ പെണ്ണ് കുറേ കഷ്ടപ്പെട്ടതാണെന്നേ. ഇനിയും മിണ്ടാതിരുന്നാൽ ശരിയാവില്ല. ഉമ്മ എന്താപ്പം ചെയ്യുക? നമ്മളൊപ്പമില്ലാത്തതിൻ്റെ പ്രയാസമാണ് ഇതൊക്കെ. നമ്മളൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മോനെ എന്ത് ചെയ്യുക? നേരത്തെ പോയില്ലേ ഉപ്പ? ഒരു നിമിഷം ഷമ്മാസ് ഉപ്പയെക്കുറിച്ച് ഓർത്തു. സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു പരിപാടിക്കും ഉപ്പാക്ക് കൂടാൻ കഴിഞ്ഞില്ല, എൻ്റെ ഒരു വിവാഹത്തിന് പോലും. മോനെ എന്തെങ്കിലും വാങ്ങട്ടെ? നമുക്ക് ഹോസ്പിറ്റലിലേക്കല്ലേ പോകുന്നത്. അപ്പോൾ ആ ഉമ്മ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങാം, കുറച്ച് അപ്പുറത്തേക്ക് നിർത്താംല്ലേ. ഉമ്മ എന്തൊക്കെയാണ് വാങ്ങണം? മോനെ എന്താ വെച്ചാൽ വാങ്ങിക്കോ, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കോ. പിന്നെ സന്തോഷത്തോടു കൂടിയുള്ള പോക്കൊന്നല്ലല്ലോ. എന്തായാലും പഠിച്ചോനെ, ആ പെൺകുട്ടികൾക്കുള്ള ബാപ്പ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഓനെ നോക്കാൻ ആരാണ്? അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ, ആമീൻ. ഫൈസൽ കാട്ടിയ പണിയാണെങ്കിൽ അതിനേക്കാളും അത് മറ്റൊന്നുമല്ല. തൻ്റെ മോളെ ഡൈവേഴ്സ് ചെയ്യണമെന്നുള്ള വാർത്ത കേട്ടപ്പോൾ ആ ഉപ്പാക്ക് ടെൻഷനായത് തന്നെയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല, അത് ഉറപ്പാണ്. ഷമ്മാസ് ഒരു ഫ്രൂട്ട്സ് കടയുടെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്തു. ഷമ്മാസ് ആ കടയിലേക്ക് ഇറങ്ങിപ്പോയി. ഉമ്മ വണ്ടിയിലിരുന്ന് ഫോൺ എടുത്തു. നുസൈബാക്കൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്തൊക്കെ വർത്താനാവോ. ഉമ്മ അവളുടെ നമ്പർ ഡയൽ ചെയ്തു. ഹലോ മോളെ. ആ ഉമ്മ, അസ്സലാമു അലൈക്കും. മോളെ, ഉപ്പാക്ക് എങ്ങനെയുണ്ട് മോളെ? ഉമ്മ ഒന്നും പറയാനായിട്ടില്ല. പിന്നെ അവർ പറഞ്ഞ് അഡ്മിറ്റ്, അത് ഒരു 4 ദിവസമെങ്കിലും കിടക്കേണ്ടി വരും. അപ്പോൾ ഞങ്ങൾ ഒന്നും എടുത്തിട്ടില്ലല്ലോ, വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നതല്ലേ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പാൻ്റെ കുറച്ച് ഡ്രസ്സും അതുപോലെ വിരിപ്പും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോരണമ്മ. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി. മോളെ ഇറങ്ങിയോ? അതെ ഉമ്മ, ഞാൻ ബസ്സിൽ കയറാണ്ട് നിൽക്കുകയാണ്. ഇതാ ബസ് വരുന്നുണ്ട് ഉമ്മ. എന്നാൽ മോള് കയറിക്കോ, എന്നാൽ പിന്നെ വിളിക്കാം. ഉമ്മ ഫോൺ കട്ട് ചെയ്തു. നുസീബ അപ്പോഴേക്കും ബസ് വന്ന് അവൾ അതിൽ കയറി. പഠിച്ചോനെ, ഉമ്മ വർത്താനം അറിയാൻ വിളിച്ചതായിരിക്കും, ഒന്നും പറഞ്ഞ മുഴുവനായതുമില്ല. ഉമ്മ വിചാരിച്ചു, പാവം പഠിച്ചോനെ, ആ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ബസ്സിന് കയറി ഇറങ്ങി ഓട്ടോയും വിളിച്ച് പോകേണ്ട അവസ്ഥയൊക്കെ, സാധനങ്ങൾ എടുക്കാൻ വീണ്ടും ഇങ്ങോട്ട്. പാവം, എൻ്റെ മോൾക്ക് ഒരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര സുഖമായിരുന്നു. ഇപ്പോൾ അതാരുമില്ല. വീട്ടിലാണെങ്കിൽ ഒരു വാഹനമില്ല, ഓടിക്കാനും ആളില്ല. പഠിച്ചോനെ, ഈ ഒരു സമയത്തൊക്കെയാണ് പെൺകുട്ടികൾ ഡ്രൈവിങ് പഠിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിക്കൽ. പാവം, ഓൾക്ക് ഒന്നുമില്ലെങ്കിലും ഒരു സ്കൂട്ടി ഓടിക്കാനെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഇത്ര ബുദ്ധിമുട്ടില്ലായിരുന്നു. ഈ ബസ്സിനൊക്കെ കയറി ഇറങ്ങി തിരക്കിലൊക്കെ പെട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരെ വീട്ടിലേക്ക് തന്നെ ഒരുപാട് വഴി നടക്കാനുണ്ട്. അതും ആ വെയിലത്ത്. ഓട്ടോ വിളിക്കലൊന്നും ഉണ്ടാവില്ല. പഠിച്ചോനെ, പാവം. ഓളോട് ഞാൻ പറയണം ഒരു വണ്ടിയൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ലൈസൻസ് എടുത്താൽ എന്താ പ്രശ്നമില്ലല്ലോ. വണ്ടി എന്ന് വെച്ചാൽ ആർക്കും എടുക്കാൻ പറ്റുന്ന സംഭവമാണ്. ഏത് പ്രായമായ പെണ്ണുങ്ങളും ഓടിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ആ സ്കൂട്ടി. നല്ല സുഖമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാ, എന്നാലും എൻ്റെ കുട്ടീനെ എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല പഠിച്ചോനെ. ഹോസ്പിറ്റലിലേക്ക് പോകണം, നമ്മൾ അവിടെ ഉണ്ടാവുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
എന്തായാലും ഒന്ന് പോയി വരാം, പിന്നെ ഇൻഷാ അല്ലാ വീട്ടിലേക്കും പോവാലോ. അപ്പോഴേക്കും ഷമ്മാസ് ഫ്രൂട്ട്സ് വാങ്ങിക്കൊണ്ടെത്തി. ഉമ്മ ഇതാട്ടോ ഇതൊക്കെ വാങ്ങിയിട്ടുണ്ട്, ഇനി എന്തെങ്കിലും വേണോ അത്യാവശ്യമായിട്ട്? മോനെ ഇനി വേണമെങ്കിൽ എന്തെങ്കിലും ചോദിച്ച് നോക്കാം, ഇനി അവിടെ നിന്ന് വാങ്ങാം, അതായിരിക്കും നല്ലത്. ഹോസ്പിറ്റലിനടുത്തൊക്കെ ഷോപ്പൊക്കെ ഉണ്ടാവുമല്ലോ. ഷമ്മാസ് അതാ ഡ്രൈവർ സീറ്റിൽ കയറിയിരുന്നു. ഉമ്മ എന്നാൽ പോയാലോ? ആ മോനെ. അങ്ങനെ അതാ അവർ ഹോസ്പിറ്റൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉമ്മ ഇക്കാക്കാക്ക് ഒരിക്കലും ഇഷ്ടമുണ്ടാവില്ല നമ്മളിങ്ങോട്ട് വരുന്നത് അല്ലേ മോനെ? അവൻ്റെ ഇഷ്ടം ഞാൻ നോക്കുന്നേ ഇല്ല. അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ എന്നേ ഓളെ പോയി നോക്കേണ്ടതല്ലേ? ഓൻ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ, ഞാൻ തന്നെയാണ് ഓളെ നോക്കിയിരുന്നത്. ആരും അറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പഠിച്ചോന് ഞാനും മാത്രം അറിഞ്ഞാൽ മതി നിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഒരു കുട്ടിയും അറിയരുത് ഞാൻ എൻ്റെ നുസൈബാക്ക് എന്തെങ്കിലും ചിലവിന് കൊടുക്കുന്നത്. കാരണം എന്താ, കൊടുക്കാതിരിക്കാൻ പറ്റൂലല്ലോ, അത് നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. ഓന് ചെയ്യാത്തതേ ഞാൻ ചെയ്തിരുന്നോ? ഓൻ തിരിഞ്ഞു നോക്കിയിരുന്നോ? എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നോ? ഇല്ല, ഒന്നുമില്ല. ഇപ്പോൾ ഓനിങ്ങനെ ആളാവാൻ വന്നിക്കണ്. അതെ, ഇന്നൊന്നിലും പോയതല്ല ഞാനങ്ങോട്ട്. ഞാനേ ഓളെ കൊണ്ടേതാക്കിയതും ഞാനാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പോകുന്നതും കൊടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്, അല്ലാതെ ഓനല്ലായിരുന്നു. ഓനാരായി ചോദിക്കാൻ? ഓനിപ്പോൾ എന്താ ഒഴിവാക്കാന്ന് പറഞ്ഞു, ഒഴിവാക്കി. എന്തൊക്കെ തന്നെ ആയാലും എന്താ ഓനൊരു നഷ്ടമൊന്നും വരാനില്ല. വേദനയൊക്കെ സഹിക്കുന്നത് ആ പെൺകുട്ടിയാണ്, അത് മറക്കാൻ പാടില്ല. ആ ഒരു വേദനയ്ക്കിടയിൽ നമ്മൾ വല്ലതും കൊടുക്കണത്, നമ്മളെപ്പോഴെങ്കിലും ഒന്ന് ചെല്ലണത് അതെ ഓൽക്കൊരു ആശ്വാസമാണ്. അതുകൊണ്ട് അറ്റുങ്ങൾ അല്ലലും അലട്ടില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. അല്ലാതെ ഈ സുഖമില്ലാത്ത ഉപ്പായും ആ മക്കളും നമ്മളെ നുസൈബയും എല്ലാവരും കൂടിയൊക്കെ എങ്ങനെ, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു മോട്ടറും പൈപ്പും വരെ ഇല്ലാത്ത അവസ്ഥയാണ് അവർക്ക്. അങ്ങനെയായിരുന്നു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ നിയമത്തോണ്ട് ഇതാ നമ്മൾ കൊടുത്തിരുന്ന കുറച്ച് പൈസയൊക്കെ എടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഫ്രിഡ്ജൊക്കെ നമ്മളൊന്ന് കൊണ്ടുപോയി കൊടുത്തില്ലേ, അതൊക്കെ നമ്മൾ കൊടുത്തില്ലേ, പിന്നെ ആരാ അവർക്ക് കൊടുക്കാൻ? പഠിച്ചോനെ എന്തായാലും ഒലപ്പാനെ കാത്തു രക്ഷിക്കട്ടെ. വീട്ടിൽ ഒരു ആൺതരി ഇല്ലാത്ത അവസ്ഥ എന്നൊക്കെ പറഞ്ഞാലേ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. 3 പെൺമക്കളാണ്, പിന്നെ അവർക്ക് ഉപ്പുള്ളത്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അവനാൻ്റെ ആണുങ്ങൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. എനിക്കിപ്പോൾ നമ്മളൊപ്പ നഷ്ടപ്പെട്ടു പോയി, അത് നമുക്ക് വലിയൊരു നഷ്ടം തന്നെയാണ്. പക്ഷേ എൻ്റെ ആമക്കളൊക്കെ ഉണ്ടായിട്ടില്ലേ ഇങ്ങനെ പോണത്, അതിപ്പോൾ എല്ലാവരും അതിൽ ഞാൻ കണക്ക് കൂട്ടണമില്ല. സ്നേഹമുള്ളവരും ഉണ്ട്, ഇല്ലാത്തവരും ഉണ്ട്, ഒക്കെ ഉണ്ട്. എന്നാലും ഒരു ആണുങ്ങൾ വീട്ടിലുണ്ടാകുക എന്ന് പറയുമ്പോൾ അതൊരു റാഹത്തല്ലേ. എന്താ ചെയ്യുക, പഠിച്ചവനെ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. കാരണം അറ്റുങ്ങളെപ്പല്ലത് എത്ര ആയാലും മാറ്റി കൊടുക്കട്ടെ പഠിച്ചവനെ. ഉമ്മ ഞാൻ എത്രയായാലും ആ ഒരു വീട്ടുകാർക്കും അവർക്ക് ഒരു അന്യപുരുഷനാണ് ഞാൻ. ഒരിക്കലും ഞാനവർക്ക് ഹലാലായതല്ലല്ലോ. അതുകൊണ്ട് ഉമ്മ ഇപ്പോൾ ഇക്കാക്കയും ഇത്താത്തയെ ഒഴിവാക്കുന്ന സ്ഥിതിക്ക് ഞാൻ അവരുടെ മുമ്പിലേക്ക് വരുന്നത് മോശമല്ലേ ഉമ്മ? മോനെ അതൊക്കെ ശരിയായിരിക്കാം. കാരണം നീ എന്ന് പറഞ്ഞാൽ അവരുടെ മോളുടെ ഭർത്താവിൻ്റെ അനിയനാണ്. അതായത് ഇതുവരെ അങ്ങനെയായിരുന്നു, ഇനി മുതൽ അങ്ങനെയല്ല, ആ ഒരു ബന്ധവും ഇല്ല. ശരിയാണ്. പക്ഷേ നമ്മൾക്ക് അവരെ സംരക്ഷിക്കുകയല്ലാതെ രക്ഷയില്ലല്ലോ മോനെ. ഉമ്മ ഞാൻ പറഞ്ഞതാണല്ലോ അവരുടെ എല്ലാ ചിലവുകളും എല്ലാം ഞാൻ ഏറ്റെടുത്തോളാം എന്നുള്ളത്. പക്ഷേ എന്തൊക്കെ തന്നെയായാലും അവിടെയുള്ളവർ അന്യ പെൺകുട്ടികളും അന്യ സ്ത്രീയൊക്കെ അല്ലേ. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് അങ്ങോട്ട് അലൗഡ് അല്ല, അത് അവർക്കും ഇഷ്ടമാവില്ല. അവരുടെ ഭർത്താവിൻ്റെ അനിയനെ അങ്ങോട്ട് പ്രവേശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു പക്ഷേ അവർക്കത് ചില ആളുകൾക്ക് പറ്റില്ല. തികച്ചും തെറ്റാണത്, ശരിയാണ്. എങ്കിലും അവരുടെ ഉപ്പയെ കാണണം എന്നെനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ആ ഉപ്പയെ ഒന്ന് ആശ്വസിപ്പിക്കണം ഉമ്മ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ മോനെ അതിനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം ഉമ്മ. എന്നാൽ റൂമിലേക്ക് അങ്ങനെ ഒറ്റയടിക്ക് കയറി ചെല്ലുമ്പോൾ അതൊരു മോശം പ്രവൃത്തിയല്ലോ ഉമ്മ. ഒന്നുമില്ലെങ്കിൽ അവരൊക്കെ എനിക്ക് കാണാൻ പാടില്ലാത്ത അങ്ങനെയുള്ള ആളുകളല്ലേ. അപ്പം ഉമ്മ അകത്തേക്ക് കയറണം. എന്തായാലും ബെല്ലടിച്ച് അകത്തേക്ക് കയറിയിട്ട് ഉള്ളിൽ ആരൊക്കെയോ ഉണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ഉമ്മ എന്നെ ഒന്ന് വിളിക്കണം. അതുവരേക്കും ഉമ്മ ഞാൻ പുറത്ത് നിന്നോളാം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാലേ അവരൊക്കെ നല്ല രീതിയിൽ നടക്കുന്നവരല്ലേ. അപ്പോൾ നമ്മളെ കാരണം കൊണ്ട് ഒരാൾക്കൊരു തെറ്റ് വരരുത്, അതുകൊണ്ട് മാത്രമാണ്. അല്ലാതെ ഞാൻ സ്ത്രീകളെ കാണായിട്ടും പെണ്ണുങ്ങളെ കാണായിട്ടും ഒന്നുമല്ല മോനെ. അതിനൊക്കെ നമുക്ക് വഴി ഉണ്ടാക്കാം.
അവരതാ ഹോസ്പിറ്റലിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഉമ്മ, ഞാനിവിടെ നിങ്ങളെ ഇറക്കിയിട്ട് വണ്ടി പാർക്കിങ്ങിലിട്ട് വരാട്ടോ. ഉമ്മയെ ആ ക്യാഷ്വാലിറ്റിയുടെ അടുക്കൽ നിർത്തിയിട്ട് ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഞാനിപ്പോൾ വരാം. അതാ അവൻ പാർക്കിങ്ങിലേക്ക് പോകുന്നു. ഉമ്മ അവനെ കാത്തു നിൽക്കുന്നു. കാരണം വലിയ ഹോസ്പിറ്റലിലാണ്. പിന്നെ ഒന്ന് പിഴച്ചു കഴിഞ്ഞാൽ എന്തായാലും മോൻ വരട്ടെ എന്ന് ഉമ്മയും കാത്തു നിൽക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴതാ ഷമ്മാസ് ഓടി വരുന്നു. ഉമ്മ, ഒരുപാട് വെയിറ്റ് ചെയ്തോ? മോനെ, ഞാൻ നോക്കുമായിരുന്നു, എവിടെയാണ് ഈ മാറിപ്പോയെന്ന് വിചാരിച്ചു. ഉമ്മ, ഒരുപാട് വാഹനങ്ങളും പിന്നെ കുറച്ച് ലോങ്ങുള്ള സ്ഥലത്താണ്, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും വേണ്ടേ, അതാണ്. പിന്നെ റൂം നമ്പർ എത്രയാണ് പറഞ്ഞത്? മോനെ, റൂമിലൊന്നല്ല, ഒരു ഹാളിലാണ്, അത് വാർഡ് എടുത്തേക്കാണെന്നാണ് പറഞ്ഞത്. ആണോ? പഠിച്ചോനെ, പാവം. അതെ, റൂമിലൊക്കെ ആവുമ്പോഴേ ബില്ലും കാര്യങ്ങളെ ഒരുപാട് കൂടൂലേ ഉമ്മ. അപ്പോൾ എങ്ങനെയാണ് അവരൊക്കെ അവിടെ നിൽക്കണമെന്നാവല്ലേ? അതൊക്കെ എന്തൊക്കെയാവണടാ മോനെ. എന്നാലും എൻ്റെ മോനെ എൻ്റെ പിന്നാലെ വാ, കാരണം എനിക്കിവിടെ അത്ര ഒരു ഇതില്ല. വാർഡിന് നമ്പർ പറഞ്ഞു തന്നു. അങ്ങനെ അതാ ഉമ്മയും ഷമ്മാസും മുകളിലേക്ക് കയറുന്നു. കുറച്ച് നടന്നപ്പോൾ അതാ മോനെ, അതായിരിക്കും അല്ലേ ആ വാർഡിലേക്ക് അവർ കടന്നു. പഠിച്ചോനെ, ഇനി എങ്ങനെ ഇപ്പോൾ കണ്ടുപിടിക്കുക? ഉമ്മാൻ്റെ മുഖം ഓർമ്മയുണ്ട്. പിന്നെ നുസൈബ് ഉണ്ടായിരുന്നെങ്കിൽ അവളിൻ്റെ അടുത്ത് ഓടി വരികയായിരുന്നു. ഉമ്മയും ഷമ്മാസും എല്ലാ ഭാഗത്തും നോക്കിക്കൊണ്ട് നടക്കുകയാണ്. മോനെ, അതാ അവരുടെ ഉമ്മ വെള്ളത്തിൻ്റെ കുപ്പിയുമായി ഇതാ എതിരെ വരുന്നു. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പഠിച്ചോനെ, ആരൊക്കെയാണ് ഈ വന്നിക്കണത്? പഠിച്ചോനെ, ഇങ്ങോട്ട് വരി. എന്തൊക്കെ ഇപ്പാൻ്റെ വർത്താനം എന്താണ്? എന്താ ചെയ്യുക, ഇപ്പാക്ക് എന്തൊരു ടെൻഷനാണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ടെൻഷൻ കയറിയിട്ടാണ് ഇങ്ങനെ നെഞ്ചുവേദനയൊക്കെ വന്ന് എന്നൊക്കെയാണ് പറഞ്ഞത്. കുറവെന്ന് പറയാനൊന്നും ആയിട്ടില്ല, അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ മോള് അങ്ങോട്ട് വീട്ടിലേക്ക് പോയിനി, ഒന്നും എടുക്കാതെ വന്നതല്ലേ, സാധനങ്ങളൊക്കെ പരിശോധിക്കാനെന്ന് വിചാരിച്ച് വന്നതിന്. അപ്പോൾ പിന്നെ അഡ്മിറ്റ് ആക്കണം അങ്ങനെയൊക്കെ പറഞ്ഞ്. എന്തായാലും പഠിച്ചോനെ, നിങ്ങൾ വിഷമിക്കല്ലേ, എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാവും. ഉപ്പാക്കൊന്നും പറ്റൂല, അള്ളാഹു അല്ലേ വലിയവന്. ആ ഉമ്മ കണ്ണുകൾ തുടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച ഷമ്മാസ് കണ്ടു. പഠിച്ചോനെ, വല്ലാത്തൊരു അവസ്ഥ, എന്താപ്പം ചെയ്യുക? ഉപ്പ എവിടെയാണ്? ആ ബെഡിലാണോ? മോനെ, അതാ ആ അരുന്ന് രണ്ടാമത്തെ ബെഡ്, ആ ജനലിനടുത്തുള്ള. വരി, ഞാൻ കാണിച്ചു തരാം. ഉമ്മ ധൃതിയിൽ മുന്നോട്ട് പോയി ഇക്കയുടെ ചെവിയിൽ എന്തോ പറയുന്നു. നോക്കി. പിന്നെ നമ്മളെ നുസൈബാൻ്റെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്താ ഈ പറയണത്? ഓലിഞ്ഞിങ്ങനെ വരുമോ? നമ്മളെ കുട്ടീനെ വല്ല ഒഴിവാക്കിയില്ലേ? നിങ്ങളെ ഒന്നങ്ങോട്ട്. ആരൊക്കെയാണ് വരുന്നതെന്ന്? ഇക്ക, നിങ്ങൾക്ക് എണീറ്റിരിക്കാൻ കഴിയുമോ? കഴിയൂല, എന്നെക്കൊണ്ട് വയ്യായിട്ടാണ്. എന്നാൽ പിന്നെ അവിടെ കിടന്നോളൂ. ഇതാ ഓല് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അതാ ഷമ്മാസ് ഉപ്പയുടെ അരികിൽ വന്നിരുന്നു. ഉപ്പ എന്തു പറ്റി? ഷമ്മാസ് ഉപ്പയുടെ തലയിൽ മെല്ലെ തലോടിക്കൊണ്ടിരുന്നു. അത് ആ ഉപ്പാക്ക് വലിയൊരു ആശ്വാസം പോലെ തോന്നി. ആരാ ഇത്? ഫൈസലാണോ? അത് കേട്ടപ്പോൾ ഷമ്മാസിന് സങ്കടമായി. എന്ത് പറയും പഠിച്ചോനെ? അല്ലാന്നൊരു പക്ഷേ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഉപ്പക്ക് വീണ്ടും അതൊരു ഷോക്കായി മാറിയാലോ? എന്ത് ഞാൻ പറയും? ഒരു നിമിഷം അവൻ ഉമ്മയെ നോക്കി. ഉമ്മ പറഞ്ഞു. ഉമ്മ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചു കൊടുത്തു. അതെ എന്ന് പറഞ്ഞേക്കൂ. ഒരു പക്ഷേ ഷമ്മാസ് ഫൈസലല്ല എന്ന് പറയുകയാണെങ്കിൽ അത് ഉപ്പാക്ക് വീണ്ടും ഒരു ഹൃദയാഘാതത്തിന് കാരണമാകും. അതുകൊണ്ട് ഫൈസൽ അല്ല എന്നുള്ള കാര്യം ഷമ്മാസ് പറഞ്ഞില്ല. ഉപ്പ ആ ഷമ്മാസിൻ്റെ കൈകൾ മുറുകെ ഒന്ന് പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അതാ വെള്ളം നിറയുന്നു. ഹേയ് ഉപ്പ, നിങ്ങൾ കരയല്ലേ? നിങ്ങളെന്തിനാ കരയുന്നത്? ഇതാ ഞങ്ങളൊക്കെ വന്നില്ലേ നിങ്ങളെ കാണാൻ. ഉപ്പ, നിങ്ങളൊരിക്കലും സങ്കടപ്പെടില്ല കേട്ടോ. നിങ്ങൾ സങ്കടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾക്ക് ആരാ ഉള്ളത്? സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ആ ഉപ്പയുടെ അരികിലിരിക്കുമ്പോൾ തൻ്റെ ഉപ്പയെയാണ് ഓർമ്മ വന്നത്.
എൻ്റെ ഉപ്പയെ ഒരിക്കൽ പോലും എനിക്കിങ്ങനെ നോക്കാൻ ഒരു ചാൻസ് കിട്ടിയിട്ടില്ല. അപ്പോഴേക്കും എൻ്റെ ഉപ്പ പോയി, ആരോടും ഒന്നും പറയാതെ. സത്യം പറഞ്ഞാൽ നുസൈബയുടെ ഉപ്പയുടെ ആ ഒരു കിടപ്പ് കണ്ടപ്പോൾ തൻ്റെ ഉപ്പയുടെ മുഖമാണ് മനസ്സിലേക്ക് വരുന്നത്. ഷമ്മാസ് അതാ ആ ഉപ്പയെ കൈകളൊക്കെ മെല്ലെ തലോടിക്കൊണ്ടിരിക്കുകയാണ്. ഉപ്പ, നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ എന്താ നമ്മളൊക്കെ ഇവിടെ ഉണ്ടല്ലോ. പിന്നെന്താ ഉപ്പ, നിങ്ങളെ കുടുംബവും ആരും ഒറ്റപ്പെടൂല. എന്നും മരിക്കുവോളം ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഒരു നിലക്കും ടെൻഷനാണ്ട ഒരു ആവശ്യമില്ല. ഉപ്പ, നിങ്ങളിനി അസുഖം മാറിക്കഴിഞ്ഞാലും കുറച്ച് ദിവസത്തിന് ജോലിക്കൊന്നും പോകരുത് കേട്ടോ. ഒന്ന് റെസ്റ്റ് എടുക്കുക. നിങ്ങൾക്ക് ചിലവിനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെ എത്തിച്ചു തരും. എന്തൊക്കെ തന്നെ വേണമെങ്കിലും എന്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യപ്പെടുകയും ചെയ്യാം. അതല്ല, ആവശ്യപ്പെടാൻ മടിയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾ ചോദിക്കണ്ട. നിങ്ങൾക്കുള്ളത് ഞങ്ങൾ എത്തിച്ചു തരും ഇൻഷാ അല്ലാ. എൻ്റെതാ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം. ഉപ്പ, നിങ്ങൾ വിഷമിക്കല്ലേ. നിങ്ങളെ പെൺകുട്ടികളെ ആലോചിച്ചിട്ടും നിങ്ങൾ വിഷമിക്കരുത്. ഉമ്മാനെ ആലോചിച്ചിട്ടും വിഷമിക്കല്ലേ. എന്തൊക്കെ തന്നെയായാലും നിങ്ങൾക്ക് നിങ്ങളെ കുടുംബത്തിനെ നമ്മളൊരിക്കലും ഒറ്റപ്പെടുത്തൂല, അനാഥമാക്കൂല. മനസ്സിലായില്ലേ ഉപ്പ? നിങ്ങൾ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ? അതെല്ലാം കേട്ടുകൊണ്ട് നുസൈബയുടെ ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ പഠിച്ചോനെ, എൻ്റെ മരുമകന് ഫൈസൽ അങ്ങനത്തെ ഒരു വാക്ക് പോലും വേണ്ട വീട്ടിലേക്ക് വരെ കടന്നിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ട്. ആർക്കോ വേണ്ടി ഒരിക്കൽ അവളെ കൊണ്ടാക്കി പോയി. അന്ന് ഉപ്പ ഭക്ഷണം എല്ലാം വാങ്ങി ഹോട്ടലിൽ പോയി മന്തിയും ഒക്കെ വാങ്ങി മരുമകനെ വിളമ്പുവാൻ നിൽക്കുമ്പോഴത്തിന് അവൻ പോയി. പഠിച്ചോനെ, ഈ കുട്ടിക്ക് എന്തൊരു നല്ല കുട്ടിയാണ്. എന്തൊരു ആ ഒരു സംസാരം തന്നെ പഠിച്ചോനെ. അല്ല അങ്ങനെയും പഠിച്ചിക്കണല്ലോ ഒരു ഉമ്മാൻ്റെ മക്കളെ, രണ്ട് സ്വഭാവമായിട്ട്. അള്ളാഹുവേ, ഈ മോനെ പ്രസവിച്ച ആ ഉമ്മ ഭാഗ്യവതിയാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു മോനാണ്. ഷമ്മാസിൻ്റെ സ്വഭാവമെല്ലാം കണ്ട് ഉമ്മ ശരിക്കും അത്ഭുതപ്പെടുകയാണ്. ഉപ്പയെ നല്ല രീതിയിൽ തലോടുന്നു. ഉപ്പാക്ക് വെള്ളം കൊടുക്കുന്നു. ഉപ്പയെ പതുക്കെ അതാ എണീപ്പിച്ച് ചാരി ഇരുത്തുന്നു. ഉപ്പ, നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കരുത് കേട്ടോ. ഞാനുള്ളിടത്തോളം കാലം എനിക്കെൻ്റെ ഉപ്പാനെ നോക്കാൻ ഏതായാലും പറ്റിയില്ല. ഇതാ നിങ്ങളെ ഞാൻ നോക്കും. നിങ്ങളൊന്നുകൊണ്ട് വിഷമിക്കരുത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മാത്രം മതി. മോനെ, ആ ഉപ്പയുടെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞിരുന്നു. പിന്നീട് ഉപ്പാക്ക് മനസ്സിലായി, ഒരിക്കലും ഇതെൻ്റെ മരുമകൻ ഫൈസലല്ല എന്നുള്ള കാര്യം. അത് ഒരിക്കലും എന്നെ ഉപ്പ എന്നൊരു വാക്ക് ജീവിതത്തിൽ വിളിച്ചിട്ടില്ല. പെട്ടെന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതാണ് എൻ്റെ മരുമകൻ നല്ല രീതിയിൽ തിരിച്ചു വന്നോ എന്നുള്ളത്. ഷമ്മാസ് ഉപ്പയോട് ചോദിച്ചു, അല്ല ഉപ്പ, ഉപ്പ എന്തിനാ ടെൻഷനാകുന്നത്? ഉപ്പാക്ക് എന്ത് ടെൻഷനാകേണ്ട ആവശ്യം? എല്ലാം റാഹത്തല്ലേ മോനെ? ഞാൻ എന്ത് പറയാനാ? ഉപ്പ അപ്പോഴും സങ്കടപ്പെടുന്നു. വേണ്ട, അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പിന്നെ നമുക്ക് ഈ വാർഡിൽ കിടന്നാൽ മതിയോ? പെട്ടെന്ന് അസുഖമൊക്കെ മാറിയിട്ട് വീട്ടിലേക്ക് പോകണ്ടേ? അപ്പോൾ തൽക്കാലം നമുക്കൊരു റൂം സെറ്റാക്കിയാലോ? അതാകുമ്പോൾ ഉമ്മാക്കും ഇനിയിപ്പോൾ മക്കളൊക്കെ വരികയാണെങ്കിലും അവർക്കൊക്കെ സേഫ്റ്റി അതായിരിക്കും. ഇതിപ്പോൾ ഈ ആണുങ്ങളെ വാർഡ് എന്നൊക്കെ പറയുമ്പോൾ ഉമ്മാക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ? അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളാകുമ്പോൾ അതിപ്പോൾ പ്രയാസമായിരിക്കൂലേ? ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്നുമില്ലെങ്കിൽ എപ്പോഴെങ്കിലും വല്ലപ്പോഴും ഒന്ന് കിടക്കേണ്ടി വരുമല്ലേ? അപ്പോൾ ഏറ്റവും സേഫ്റ്റി ഒരു റൂമിലേക്ക് മാറല്ലേ മോനെ? അത് വേണ്ട മോനെ, എങ്ങനെയെങ്കിലും ഇവിടെ തള്ളി നിൽക്കാം. ഹേയ് ഉപ്പ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്നും കൊണ്ടും ടെൻഷൻ ആവരുത് എന്ന്. ഞാനുള്ളപ്പോൾ എന്ത് ടെൻഷനാണ്ട ആവശ്യമാണ് ഉപ്പ? ഉപ്പ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ് നിങ്ങൾക്ക് വേണ്ടത് കഴിക്കാൻ? എന്താ വേണ്ട വെച്ചാൽ പറഞ്ഞോളൂ, ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തരാം. മോനെ, ഒന്നും വേണ്ട, നിങ്ങളെ ഒരു വാക്ക് തന്നെ മതി. ഉപ്പ, ഞാനിപ്പോൾ വരട്ടോ. അങ്ങനെ അതാ ഷമ്മാസ് നഴ്സിംഗ് സ്റ്റേഷനിലേക്ക് ചെല്ലുന്നു. ഒരു റൂം വേണം, വാർഡിലുള്ളൊരു പേഷ്യൻറ്റിനാണ്. ഓ ഓക്കെ. അപ്പോഴേക്കും ഒരു സിസ്റ്റർ വന്ന് 206-ാമത്തെ
റൂമിൻ്റെ ചാവി കൊടുക്കുന്നു, അവിടെ സെറ്റാക്കി കൊടുക്കുന്നു. പെട്ടെന്ന് ഷമ്മാസ് തിരിച്ച് വാർഡിലേക്ക് ചെന്നു. ഒരു വീൽ ചെയർ എടുക്കുന്നു. ഉപ്പയെ പതുക്കെ അതിലേക്ക് താങ്ങി ഇരുത്തുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മയും അവരെല്ലാവരും കൂടി വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ ഇരുന്നോളാം, എനിക്കിപ്പോൾ അത്ര വയ്യായൊന്നുമില്ല, മനസ്സിനാണ് വേദന, അതുകൊണ്ടാണ്. വേണ്ടപ്പാ, നിങ്ങൾ റെസ്റ്റ് എടുക്കി. ഷമ്മാസ് തന്നെ അതാ ഉപ്പയെ ആ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടു പോകുന്നു. 206 റൂമിലേക്ക് ഉമ്മയോടും സാധനങ്ങളെല്ലാം എടുത്ത് അതാ പോരുവാൻ പറയുന്നു. അവിടെ ആ കട്ടിലിലേക്ക് ഷമ്മാസ് തന്നെ ഉപ്പയെ അതാ കിടത്തുന്നു. ഉപ്പ, ഉമ്മ, പിന്നെ ഇതാണ് ഇനി നിങ്ങളുടെ റൂം. ഇൻഷാ അല്ലാ 2 ദിവസം കൊണ്ട് ഡിസ്ചാർജ് ആവണം. അതുകൊണ്ട് ഉപ്പ, നിങ്ങളൊരിക്കലും ടെൻഷൻ ആവരുത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പ്രയാസമായിരിക്കും ഇങ്ങോട്ട് വരാൻ. ഇതിപ്പോൾ ഉപ്പയെ കാണാൻ എനിക്കും ഇങ്ങോട്ട് വരാമല്ലോ. പിന്നെ ഇവിടെ ആകുമ്പോഴേ ഇനിയിപ്പോൾ ഉമ്മാക്കും ഒക്കെ വേണം സ്വസ്ഥമായി നിൽക്കുകയും ചെയ്യുക. ഇനിയിപ്പോൾ ഇത്താത്ത വരികയാണെങ്കിലും അവരൊക്കെ അങ്ങനെ നടക്കുന്ന സ്ത്രീയല്ലേ, അപ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ല ആ വാർഡ് എന്ന് വിചാരിച്ചിട്ടാണ്. മോനെ, ഞങ്ങളെ ഉപകാരം ഒരിക്കലും മറക്കൂല മോനെ. ഹേയ് ഉമ്മ, നിങ്ങൾ അങ്ങനെയൊന്നും പറയല്ലേ, അതൊക്കെ അള്ളാഹു അല്ലേ നമുക്കിതൊക്കെ തന്നത്, അതിനനുസരിച്ച് നമുക്ക് അള്ളാഹു നിഅമത്തൊക്കെ നൽകും. ഇൻഷാ അല്ലാ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഇൻഷാ അല്ലാ നിങ്ങൾ പിന്നെ ഉപ്പാക്ക് എന്താ ഫുഡ് എന്തെങ്കിലും വേണമെന്ന് വെച്ചാൽ ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന് തരാം, എന്താണെന്ന് പറഞ്ഞാൽ മതി. മോനെ, ഉപ്പ ഇപ്പോൾ ഒന്നും കുടിച്ചിട്ടില്ല. നേരത്തെ ഞാൻ കുറച്ച് കഞ്ഞി വാങ്ങട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതിനും സമ്മതിച്ചിട്ടില്ല. പഠിച്ചോനെ, ഒന്നും കഴിക്കാതിരിക്കാൻ പറ്റൂല കേട്ടോ. കണ്ടില്ലേ, ഇടയ്ക്കിടയ്ക്ക് ഇഞ്ചക്ഷൻ, മെഡിസിന് അതെല്ലാം കഴിക്കാണ്ടാകുമ്പോൾ ഉപ്പ ഭക്ഷണം കഴിക്കാൻ ഞാൻ പറ്റൂലല്ലോ. ഉമ്മ, ഞാനിപ്പോൾ വരട്ടോ. ഷമ്മാസ് താഴേക്ക് പോയി. അവൻ അതാ ഒരു ഹോട്ടലിൽ കയറി അവർക്കൊക്കെയുള്ള ഭക്ഷണവും ഒക്കെ വാങ്ങി വരുന്നു. ഉപ്പാക്ക് കഞ്ഞിയും വാങ്ങിയിട്ടുണ്ട്. ഷമ്മാസ് റൂമിലെത്തി വാതിലിൽ മുട്ടി. അവർ വാതിൽ തുറന്നു. എന്തിനാ മോനെ ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നത്? ഉപ്പാക്ക് അങ്ങനെ കഴിക്കാൻ കഴിയൂല. ഉമ്മ, ഉപ്പാക്ക് കഴിക്കാൻ കഴിയൂലെങ്കിൽ നിങ്ങൾക്കും കഴിയൂലേ? നിങ്ങൾ പട്ടിണി എടുക്കാൻ പാടുണ്ടോ? ഇനിയിപ്പോൾ ഇത്താത്ത വരുമെന്ന് പറഞ്ഞു. സാധനങ്ങൾ എടുക്കാൻ പോയതെന്ന് പറഞ്ഞല്ലോ. ഇത്താത്ത വന്നാലും പട്ടിണി എടുക്കാൻ പറ്റുമോ? നിങ്ങൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കിട്ടോ. മറ്റേന്താ പ്രയാസമാണ്. എല്ലാവർക്കും ഒരുപാടങ്ങനെ ടെൻഷനായി കഴിഞ്ഞാലേ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഉപ്പാക്ക് ഇതാ കഞ്ഞിയുണ്ട്, അത് കൊടുത്തോളി. പിന്നെ ഇതാ നിങ്ങൾക്ക് ചോറും എല്ലാം ഉണ്ട്. വെറും ചോറാണ് കേട്ടോ വാങ്ങിയത്. പിന്നെ വേറെ ഫുഡൊന്നും ബിരിയാണിയും മന്തിയൊക്കെ ഉണ്ട്. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതാ ചോറുണ്ട്, അതിക്ക് സാമ്പാറോ മീൻകറിയോ മീൻ പൊരിച്ചത് ഉപ്പേരി അങ്ങനെ അതെല്ലാം ഉണ്ട്. കഴിച്ചോളൂ നിങ്ങൾ. പിന്നെ ഇത്താത്തൊക്കെ വന്നിട്ടും കഴിച്ചോളൂ. ഞാൻ കുറച്ച് കണ്ടറിഞ്ഞ് വാങ്ങിയിട്ടുണ്ട്. മോനെ, ഇത്രയൊക്കെ കൊണ്ടുവന്നിട്ടിപ്പോൾ ആരും അതങ്ങനെ കഴിക്കാൻ, നിങ്ങളും കഴിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. അല്ല, ഞങ്ങൾ അവിടെ നിന്ന് പുറത്തുനിന്ന് കഴിച്ചോളാം കേട്ടോ. ഇത്താത്ത ഇപ്പോൾ വരുമല്ലോ. പിന്നെ എന്തൊക്കെ തന്നെ ആവശ്യമുണ്ടെങ്കിലും പറഞ്ഞോളൂ. ഷമ്മാസിൻ്റെ ഉമ്മ പറഞ്ഞു. എന്നാൽ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാൻ നോക്കിയാലോ? നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിച്ചോളിട്ടോ. പിന്നെ മോനിങ്ങനെ കൂടെ ഉണ്ടാകുമ്പോഴേ എനിക്കൊരു സമാധാനമാണ്. മറ്റേ ഞാനും ഒറ്റപ്പെട്ട് നിൽക്കല്ലേ. എന്തായാലും പഠിച്ചോനെ, ഓന് മലേഷ്യയിൽ നിന്നൊക്കെ വന്നത് നന്നായി. മറ്റേത് എത്ര ഇടങ്ങാറാവായിരുന്നു, ആകെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ. അപ്പോഴേക്കും ഒരു നഴ്സ് വന്ന് അതാ വാതിലിന് മുട്ടുന്നു. ഒരു മെഡിസിൻ തന്നു, ഒരു ലിസ്റ്റ്, അതൊന്ന് വാങ്ങിക്കൊണ്ടുവരണം. ഉമ്മ അതുമായി അതാ താഴേക്ക് പോകുവാൻ നിൽക്കുമ്പോഴേക്കും ഷമ്മാസ് അത് വാങ്ങി. ഉമ്മ, ഹേയ് നിങ്ങൾ പോകണ്ട, നിങ്ങളവിടെ നിൽക്കേ എന്ന് പറഞ്ഞ് ഷമ്മാസ് വേഗം ഫാർമസിയിലേക്ക് പോയി മരുന്നൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തു. നുസൈബ മോൾ എപ്പോൾ വരികയെന്നാവല്ലേ? എനിക്ക് അവളൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാനായിരുന്നു. ഉമ്മാക്ക് നുസൈബാനെ കാണാൻ വല്ലാത്ത ആഗ്രഹം. ഓളിപ്പോൾ വരുമായിരിക്കും. കാരണം പിന്നെ ബസ്സിനൊക്കെ കയറി അവിടുന്ന് അങ്ങോട്ട് നടന്ന് പോയി ഡ്രസ്സൊക്കെ എടുത്ത് വന്ന് തിരിച്ച് വരുമ്പോഴേക്കേ അങ്ങനെയാണ്. അല്ലാതെ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നുസൈബാനെ ഡ്രൈവിങ് പഠിപ്പിക്കണം. എൻ്റെ മനസ്സിലൊരു ആഗ്രഹമാണ്. പഠിച്ചോനെ, ഡ്രൈവിങ്ങോ? പെൺകുട്ടികളങ്ങനെ വാഹനം ഓടിക്കുമോ? അതും നമ്മളെപ്പോലത്തെ പാവപ്പെട്ട പെൺകുട്ടികളാവുമ്പോൾ അതൊക്കെ വലിയ വലിയ, ആര് പറഞ്ഞു? അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മളെ പെൺകുട്ടികൾ ഏത് കുട്ടികളായാലും ഡ്രൈവിങ് എല്ലാം അറിഞ്ഞിരിക്കണം നല്ലതാണ്.
ഇപ്പോൾ കണ്ടില്ല ആ ഒരു കുടുങ്ങിയ സമയത്തൊക്കെ ആ കുട്ടി ബസ്സിനും കയറി, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ വിളിച്ച്, പിന്നെ നടന്ന് തിരിച്ചു അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ടാണ്. ഇതിപ്പോൾ സ്വന്തം ഡ്രൈവിംഗ് അറിയുന്നുണ്ടെങ്കിൽ ഒരാളെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇൻഷാ അല്ലാ ഓളോളെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടേ ഇനിയിപ്പോൾ ഡ്രൈവിങ്ങിന് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ലേ. മറ്റേത് എത്ര അല്ലയും ഈ അന്യ ആണുങ്ങളെ കൂടെ ഇങ്ങനെ പോണേക്കാളും നല്ലത് സ്വന്തം വാഹനം ഓടിച്ച് പോകണമെന്നല്ലേ. അതൊക്കെ ഖിയാമത്ത് നാളിൻ്റെ അടയാളം എന്നൊക്കെ ചിലവരൊക്കെ പറയും. പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലും ഞാൻ പറയാം, വേറെ ഒരുത്തൻ്റെ ഓട്ടോ വിളിച്ച് പോണേക്കാളും ബസ്സിലിങ്ങനെ കുത്തിത്തിരിക്കി പോണേനേക്കാളും നല്ലത് സ്വന്തം വാഹനത്തിൽ പോകണമെന്നല്ലേ. അതൊക്കെ ശരിയാണ്. ഇൻഷാ അല്ലാ നുസൈബയുടെ ഉമ്മ വിചാരിച്ചു. അല്ലെങ്കിലും ശരിയാണ്, അതൊക്കെ അത്യാവശ്യം തന്നെയാണ്. പഠിച്ചോനെ, ഞങ്ങൾക്കാണെങ്കിൽ വേറൊരു ആൺതരി പോലും ഇല്ല, ഉപ്പാക്കാണെങ്കിൽ ഒരു വണ്ടി ഒന്നും ഇല്ലാനും. അല്ല, എന്നാലും ആ ഉമ്മാൻ്റെ ഒരു ആഗ്രഹം കണ്ടില്ലേ. സത്യം പറഞ്ഞാൽ നുസൈബോളോട് പറഞ്ഞാൽ കേൾക്കുമാവോ, എവിടെ എത്തിക്കണാവോ എൻ്റെ കുട്ടി. എന്നാൽ ഉമ്മ ഞങ്ങൾ ഇറങ്ങിയാലോ? ഷമ്മാസ് പറഞ്ഞു. ഉപ്പ ഞങ്ങൾ ഇറങ്ങട്ടെ കേട്ടോ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ. പിന്നെ നല്ലതായിട്ട് ഭക്ഷണം കഴിക്കണം. ഇതാ ഫ്രൂട്ട്സ് ഉമ്മ, ഇതാ ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ അതിൽ. ഉപ്പാക്ക് ആ ഒരു ഓറഞ്ചിൻ്റെ മുസമ്പിയുടെ ആ നീരൊക്കെ എടുത്ത് ഒന്ന് കൊടുക്കാൻ കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും കൊടുക്കണം. കാരണം ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഉള്ളതല്ലേ, അപ്പോൾ അതിന് ആരോഗ്യം വേണ്ടേ. അതുകൊണ്ട് അതൊക്കെ റെഡിയാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ക്യാഷ് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഭക്ഷണം കഴിക്കാതെ ഒന്നും നിൽക്കരുത്. എല്ലാം ഞങ്ങളിവിടെ എത്തിച്ചു തരും. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ വാങ്ങി കഴിക്കണം. താഴെ ക്യാൻറ്റീന് പോയിട്ടോ എങ്ങനെയെങ്കിലൊക്കെ കേട്ടോ. എന്തായാലും ഒരിക്കലും നിങ്ങൾ പട്ടിണി കിടക്കരുത്. എന്നാൽ ഉമ്മ ഞങ്ങൾ ഇറങ്ങട്ടെ. മോനെ, നിങ്ങൾ വന്നത് വലിയൊരു ഉപകാരമായി. അൽഹംദുലില്ലാ. പഠിച്ചോനെ, എൻ്റെ മരുമകൻ ഫൈസലിൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിലും നിങ്ങളെ ഉമ്മാൻ്റെ ഈ ഒരു സ്വഭാവവും അതുപോലെ നിങ്ങളെ സ്വഭാവമൊക്കെ കാണുമ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാണ് ഞാൻ. അൽഹംദുലില്ലാ. പഠിച്ചോനെ, ഇത്രയൊക്കെ നല്ലൊരു ഫാമിലിനെ കിട്ടിയതിൽ മരുമകൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു സങ്കടം. അത് അങ്ങനെ അങ്ങ് ആയിപ്പോയി. ഇനിയിപ്പോൾ ആ ഒരു ബന്ധമില്ലല്ലോ. അവളെ ഡൈവേഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കഴിഞ്ഞു. പഠിച്ചോനെ. ഉമ്മ, നിങ്ങളൊന്നുകൊണ്ടും സങ്കടപ്പെടില്ലേ. നമുക്ക് ഇൻഷാ അല്ലാ അതിനേക്കാളും ഹയറായ ഒരു ചെക്കനെ നമുക്ക് കണ്ടുപിടിക്കണം അവൾക്ക് വേണ്ടിയിട്ട്. ഷമ്മാസ് അത് പറഞ്ഞു. മോനെ, എത്രയൊക്കെ തന്നെ ആയാലും ഇനിയിപ്പോൾ രണ്ടാം ഘട്ടല്ലേ. പേര് അവരൊരുമിച്ച് ജീവിച്ചിട്ടില്ല, ഒരുമിച്ച് കഴിഞ്ഞിട്ടില്ല എന്നൊന്നും ആർക്കും അറിയില്ലല്ലോ. പേര് രണ്ടാം ഘട്ടമാവൂലേ. എന്തായാലും എൻ്റെ കുട്ടിക്ക് അങ്ങനെയൊക്കെയാണ് വിധി വന്നത്. സാരല്ല. ഉമ്മയുടെ ആ സങ്കടം കേട്ട് ശരിക്കും ഷമ്മാസിൻ്റെ മനസ്സിനുള്ളിൽ എന്തൊക്കെയോ ഒരു വേദന കടന്നുകൂടി. പഠിച്ചോനെ, എൻ്റെ ഇക്ക ഏതായാലും ഇവരുടെ മകളെ കൈവിട്ട് കളഞ്ഞു. ഇനിയിപ്പോൾ സംരക്ഷിക്കാൻ എൻ്റെ കരങ്ങളാണുള്ളത്. അതും ഒരിക്കലും ഈ ഒരു സംരക്ഷണം അതൊന്നും എന്നും ശാശ്വതമല്ലല്ലോ. ഒരിക്കലും കാണാതെയും മിണ്ടാതെയും പറയാതെയും. പക്ഷേ എന്താ ഇപ്പോൾ ഞാൻ ചെയ്യല്ല. പാവപ്പെട്ട ആ പിതാവിനെയും ആ 3 പെൺമക്കളെയും ഒക്കെ ഉപദ്രവിക്കുന്ന രീതിയിലാണ് തൻ്റെ ജ്യേഷ്ഠൻ ഫൈസൽ അങ്ങനെ ചെയ്തത്. ഒട്ടും ശരിയായില്ല പഠിച്ചോനെ. അതിനൊക്കെ എവിടെ കൊണ്ടുപോയി കളയും ആ പാപമൊക്കെ. ഒരിക്കൽ കൂടി ഉപ്പയുടെ അടുക്കൽ വന്ന് സലാം പറയുകയാണ്. ഉപ്പ, എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാട്ടോ. അസ്സലാമു അലൈക്കും. എന്തുണ്ടെങ്കിലും വിളിക്കണം കേട്ടോ, ഒരു ടെൻഷനും ആവരുത്. ഇതാ നിങ്ങൾ കുടുംബത്തിൻ്റെ കാര്യം നോക്കാൻ ഇതാ ഞാനുണ്ട്, എൻ്റെ ഉമ്മയുണ്ട്. ഇൻഷാ അല്ലാ ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും. ഷമ്മാസും ഉമ്മയും സലാം പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പാവം, എൻ്റെ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റിയില്ല എനിക്ക്. ഉമ്മ പരാതി പറഞ്ഞു. ഉമ്മ, അത് സാരില്ല. അല്ലെങ്കിലും ഞാനുള്ളപ്പോൾ ഇത്താത്താക്ക് അതൊരു മടിയായിരിക്കും. കാരണം ഞാനൊരു അന്യാണല്ലേ. അപ്പോൾ ആ റൂമിലൊക്കെ അതുകൊണ്ട് എന്തായാലും നന്നായി. മോനെ, എന്നാലും ഇടാ എനിക്കൊന്ന് കാണായിരുന്നു. ഉമ്മ, ഇനിയും കാണാലോ. ഇനി നമുക്ക് വേണമെങ്കിൽ നാളെ വരാം. ഞാൻ ഉമ്മയെ അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വിട്ടുതരാം. ഞാൻ പുറത്ത് നിന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യാം, അതൊന്നും വിഷയമല്ല. പക്ഷേ ആ ഉപ്പയെ വിട്ട്
പോരുമ്പോൾ നല്ല സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് മനസ്സിൽ. എനിക്ക് എൻ്റെ ഉപ്പയെ വിട്ടു പോരുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് ഉമ്മ. സത്യമായിട്ടും എൻ്റെ ഉപ്പയെ ഒരു ദിവസം പോലും അസുഖമായി കിടന്ന് നോക്കാൻ എനിക്ക് കിട്ടിയില്ലല്ലോ. അതാണ് വലിയ സങ്കടം. അതിന് പകരമായിട്ട് പഠിച്ചു എനിക്ക് ഇറക്കി തന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഉമ്മ, പാവങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ രാത്രിയൊക്കെ അവരൊറ്റയ്ക്കല്ലേ, അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ റൂമിൻ്റെ കാര്യമൊക്കെ സെറ്റാക്കി കൊടുത്തത്. വാർഡിലൊക്കെ ആകുമ്പോൾ അതവർക്കൊരു ബുദ്ധിമുട്ടാവില്ലേ. ഒന്നുമില്ലെങ്കിൽ പെണ്ണുങ്ങളല്ലേ കൂടെ നിൽക്കുന്നത്, ഒരാണില്ലല്ലോ നിൽക്കാൻ. ഉമ്മ ഓലെ ഫാമിലിയിൽ വേറെ മോനെ ഒരു എളാപ്പുണ്ട്. എളാപ്പക്ക് അങ്ങനെ തറവാട് വിട്ട് പോകാൻ കഴിയൂല. വയസ്സായ വല്യമ്മയും പിന്നെ ചെറിയ മക്കളും ഒക്കെയാണ്. അപ്പോൾ ഭാര്യ ഗർഭിണിയാണെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എങ്ങനെ ഇവിടെ നിൽക്കാനാ? ഏതായാലും ഓളമ്മാൻ്റെ ധൈര്യം പോലെ ഇരിക്കും. എല്ലാം പഠിച്ചോൻ കാക്കട്ടെ. അവരതാ കാറിൽ കയറുകയാണ്. നുസൈബയുടെ ഉമ്മയും ഉപ്പയും. ഉമ്മ ഉപ്പയോട് പറയുകയാണ്, എന്നാറില്ലേ പഠിച്ചോനെ, എന്തൊരു നല്ല മനുഷ്യനാണോല്. മരുവൻ്റെ സ്വഭാവം അങ്ങനെയാണെങ്കിലും ഇവൻ്റെ സ്വഭാവം കണ്ടില്ല, തങ്കപ്പെട്ട സ്വഭാവം. ഹോ പഠിച്ചോനെ, ആ ഉമ്മാൻ്റെ ഒരു ഭാഗ്യം. അള്ളാഹു ആ കുട്ടിക്കും ആ ഉമ്മാക്കും ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ. ഫൈസൽ ഡൈവേഴ്സ് ചെയ്യുകയാണെങ്കിലും ഇവരുടെ ഒരു സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹം തന്നെയാണ്. പഠിച്ചോനെ എന്ന് നിലനിർത്തി തരണേ റഹ്മാനെ. ഉപ്പ പറഞ്ഞു, എടേ ആ കുട്ടീൻ്റെ തലയിലൊക്കെ ഇങ്ങനെ തടവിയപ്പോഴും കൈയൊക്കെ പിടിച്ചപ്പോഴും എൻ്റെ മോനെ വന്ന് പിടിക്കണ പോലെ എനിക്ക് തോന്നിയത്. എനിക്ക് മോനില്ല, ശരിയാണ്, എന്നാലും പഠിച്ചോ എനിക്ക് ഇറക്കി തന്ന ഒരു മോനെ പോലെയാണ് എനിക്ക് ആ കുട്ടീനെ തോന്നിയത്. അല്ലാ, ആ കുട്ടിയെ കാത്തു രക്ഷിക്കണ തമ്പുരാനെ. ഉപ്പ ദ്വാ ചെയ്തു. അതന്നെ, അള്ളാഹു നമുക്ക് ഒരാളല്ലെങ്കിൽ ഒരാൾ ഇറക്കും. അതൊക്കെ പഠിച്ചവൻ്റെ ഓരോ കാരുണ്യം കൊണ്ട് മാത്രമാണ്. ഷമ്മാസും ഉമ്മയും അതാ കാറിൽ കയറി. അവർ വണ്ടി എടുക്കുന്നു. അപ്പോഴതൊരു ബസ് വരുന്നു. ആ ബസ് അവിടെ തന്നെ നിർത്തി. ഷമ്മാസ് വെറുതെ ഒന്ന് നോക്കി ആ ഭാഗത്തേക്ക്. ബസ്സിൽ നിന്ന് അതാ ഒരു ഹിജാബി ഇറങ്ങുന്നു. കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്. ഒരു നിമിഷം അവൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി. പഠിച്ചോനെ, ഇത് ആരാണ്? എവിടെയോ കണ്ട പോലെ. ഹിജാബിനുള്ളിലെ ആ ഒരു രൂപം കണ്ടിട്ട് എന്തൊക്കെയോ എവിടെയൊക്കെ ഒരു കണ്ടുപോലെയോ. ഇത് കോളേജിൽ പഠിക്കുന്ന ആ കുട്ടിയല്ലേ? ഹോസ്പിറ്റലിലേക്കാണോ വരുന്നത്? അതോ എന്തൊക്കെയോ കയ്യിലുണ്ട്. ഉമ്മയോട് ഒന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കണോ? ഒരു നിമിഷം ഷമ്മാസ് എന്ത് പറയണമെന്നറിയാതെ ധരിച്ചു പോയ നിമിഷം. മോനെ എന്താ നോക്കി നിൽക്കുന്നത്? വണ്ടി എടുക്കടാ. ഉമ്മയുടെ ആ ഒരു സംസാരം കേട്ടപ്പോൾ ഷമ്മാസ് പിന്നെ ഒന്നും പറഞ്ഞില്ല. ആ പെൺകുട്ടിയുടെ ആരെങ്കിലും ഉണ്ടാകും ഒരു പക്ഷേ ഹോസ്പിറ്റലിൽ. അല്ലാതെ എന്തൊക്കെയാണാവോ പഠിച്ചോനെ. വീണ്ടും ഷമ്മാസിന് ആ ഹിജാബിയെക്കുറിച്ച് ഓർമ്മ വന്നു. അതെ, നാളെ ഷോപ്പിൽ പോകണം. അവളെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ ഒന്ന് കാണണം ഇൻഷാ അല്ലാഹ്.